നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ നമസ്തേ സതാം പതേ. നമസ്കാരം. രാമായണ പാരായണത്തിന്റെ 17ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബാലിവധമാണ്. ബാലിയുമായി രാമൻ സന്ധി ചെയ്യാതിരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മുടെ ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രൂക്ക അദ്ദേഹം നമ്മളോട് വിശദമായിട്ട് സംസാരിക്കുന്നതായി. എന്തുകൊണ്ടാണ് രാമൻ ബാലിയെ വധിച്ചത്, പുറകിൽ നിന്ന് അസ്ത്രമായത് അദ്ദേഹം എന്തുകൊണ്ട് വധിച്ചു എന്നുള്ള ചോദ്യം പല പ്ലാറ്റ്ഫോമുകളും നമ്മൾ ഉന്നയിക്കുന്നത്. അപ്പോ രാമന്റെ ഒളിയമ്പ് ചെയ്ത് വധിച്ചു എന്ന ഒരു കാര്യവും മറ്റും പറയുന്നുണ്ട്. ബാലി എന്തുകൊണ്ടാണ് വധിക്കാൻ അർഹനായത് എന്നുള്ളൊരു കാര്യവും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ബാലിവധവും സുഗ്രീവ രാജ്യാഭിഷേകവുമാണ് നാം മനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെയധികം വിവാദമുള്ള ഒരു വിഷയമാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഹൈന്ദവ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും വിമർശിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. വേദങ്ങളായാലും പുരാണങ്ങളായാലും ഇതിഹാസങ്ങളായാലും അത്തരം ഗ്രന്ഥങ്ങളെ ചിത്രപഥം ചെയ്ത് കാണിക്കാനുള്ള താല്പര്യമാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. അതൊന്നും നാം പരിഗണിക്കേണ്ടതില്ല. രാമായണം രചിച്ച വാൽമീകി മഹാപണ്ഡിതനും ജ്ഞാനിയും ത്രികാലദർശിയുമൊക്കെ ആയിരുന്നു. അത് രാമന്റെ യാത്രയാണ്, രാമന്റെ ചരിതമാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ അവസരത്തിൽ ശ്രീരാമൻ എന്ന ചക്രവർത്തി എന്തുകൊണ്ട് ശക്തനായ ബാലിയെ സഹായത്തിനെടുത്തില്ല എന്ന കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്. ബാലി ശക്തനാണ്, മഹാപരാക്രമിയാണ്, പലരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. ബലവാനാണെന്ന് വിചാരിച്ച് ആ ബലവാനുമായിട്ട് സഖ്യം ചെയ്തതുകൊണ്ട് ഉണ്ടാവുന്നത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും. ബാലിക്കൊരു സ്വഭാവമുണ്ട്. ബാലി എന്ന് പറയുന്ന വ്യക്തി ബലവാനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ബലം പൂർണ്ണമായും തമോ ഗുണത്തിൽ അധിഷ്ഠിതമാണ്. സത്വ രജ സ്തമോ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. സത്വഗുണവും രജോഗുണവും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ സത്വഗുണം മുന്നിലും രജോഗുണം പിന്നിലും, അല്ലെങ്കിൽ രജോഗുണം മുന്നിലും സത്വഗുണം പിന്നിലുമാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തമോ ഗുണം കൂടിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇദ്ദേഹം എല്ലാ അർത്ഥത്തിലും കേമനായിരുന്നു, അതൊക്കെ ശരിയാണ്. ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു സംഭവം എന്താണ്? സ്വന്തം അനുജന്റെ ഭാര്യയെ അപഹരിച്ച് സ്വന്തം ഭാര്യയാക്കി ജീവിച്ച് ബലവാനായി കഴിയുകയാണ്. കാരണം സുഗ്രീവൻ വളരെ സാത്വികനായ ഒരു രാജാവായിരുന്നു. അപ്പൊ ആദ്യമേ അദ്ദേഹം ചെയ്ത അപരാധം എന്ന് പറയുന്നത് സ്വന്തം അനുജന്റെ ഭാര്യയെ അപഹരിച്ച് സ്വന്തം ഭാര്യയാക്കുകയായിരുന്നു. അതിൽ തന്നെ പുത്രിയായി കരുതേണ്ട, പുത്രിയായി കരുതേണ്ട, ഇല്ലെങ്കിലും വേണ്ട, ഒരു പരസ്ത്രീയായിട്ടെങ്കിലും കരുതാനുള്ള ആ ഒരു മനോഭാവം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അപരാധം തുടങ്ങിയിരിക്കുന്നു. മഹാപരാധമാണ് അദ്ദേഹം ചെയ്തത്. കാമത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാമം എന്ന് പറഞ്ഞാൽ തമോ ഗുണപ്രധാനമായ കാമം ആഗ്രഹമാണ്. അപ്പൊ ബാലിയോട് അടുത്തു കഴിഞ്ഞാൽ ആരും ബാലിയുടെ ആ തമോ ഗുണപ്രധാനമായ ആ കാമത്തിൽ വീണുപോകും. ശരിക്കും പുരുഷാർത്ഥങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ധർമ്മമായിരിക്കണം. ധാർമ്മികമായ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന കാമം അല്ലെങ്കിൽ അർത്ഥം അല്ലെങ്കിൽ മോക്ഷം അതേ നിലനിൽക്കുകയുള്ളൂ. അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് തമോ ഗുണപ്രധാനമായ കാമമാണ്. അപ്പൊ അതുകൊണ്ട് ആര് അദ്ദേഹത്തിന്റെ കൂടെ കൂടിയാലും ആ വ്യക്തിയും ഇദ്ദേഹത്തിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ടു പോകും എന്ന് വിചാരിച്ചിട്ട് ശ്രീരാമൻ വീണു പോകുന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ശ്രീരാമനെ പോലും കണ്ടാൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവം മാറ്റും. അതൊരു പ്രത്യേക സ്വഭാവമാണ്. രാമനെ ഇദ്ദേഹം വേണമെങ്കിൽ, ഇപ്പൊ രാമനും ബാലിയും തമ്മിൽ കണ്ടു എന്ന് വിചാരിക്കുക, ശ്രീരാമനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലൊക്കെ സംസാരിച്ച് അദ്ദേഹത്തിന്റെ പാദം തൊട്ട് വന്ദിച്ച് ഒക്കെ പെരുമാറും. അങ്ങനെ വന്നാലും ദോഷമാണ്. അപ്പോ ഇത്തരം ആളുകളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീരാമചന്ദ്ര മഹാപ്രഭു. അപ്പോൾ ബാലിയും സുഗ്രീവനും തമ്മിലുള്ള വ്യത്യാസം
ശാസ്ത്രീയമായും ദാർശനികമായും ഒക്കെ അല്ലെങ്കിൽ മാനുഷികമായും മനസ്സിലാക്കിയിട്ടാണ് ആദ്യം സുഗ്രീവനുമായിട്ട് അദ്ദേഹം സഖ്യം ചെയ്തത്. സഖ്യം ചെയ്യാവുന്നവരോടൊത്തേ സഖ്യം ചെയ്യാവുള്ളൂ. ഇനി എതിരാളി ശക്തി കുറവാണെങ്കിൽ സഖ്യം ചെയ്യാവുന്നവരുമായിട്ട് സഖ്യം ചെയ്യാവൂ എന്ന ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കണം. ഇനി മറ്റവനോ ശക്തിയുണ്ട്, പരാക്രമിയാണ്, അല്ലെങ്കിൽ വീരശൂര പരാക്രമിയാണ്, പക്ഷേ ആ വ്യക്തിയുമായിട്ട് സഖ്യം ചെയ്തു കഴിഞ്ഞാൽ രാമന്റെ പാത എന്ന് പറയുന്ന ധർമ്മത്തിന്റെ പാതയാണ്. ധർമ്മപദങ്ങളിലാണ് ശ്രീരാമേന്ദ്രൻ. ഒരിക്കലും രാമന് ആ ധർമ്മം വിട്ടിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മാറുന്നത്. ഒളിയമ്പയ്യ എന്നൊക്കെ പറയുന്നത് ഒരു കഥ മാത്രമാണ്. രാമൻ അവിടെ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീരാമൻ ഒരിക്കലും ഭാര്യയുടെ മുമ്പിലേക്ക് വരുന്നില്ല, അദ്ദേഹം മാറി നിൽക്കുന്നു. എന്നിട്ട് സുഗ്രീവനെ കൊണ്ടാണ് എല്ലാം ചെയ്യിക്കുന്നത്. വേണമെങ്കിൽ ഒരു കാര്യം കൂടി നമുക്ക് പറയാം. ഈ സുഗ്രീവന് രാജ്യം കൊടുക്കുന്നതിന് ശ്രീരാമൻ വിചാരിച്ചാൽ മതി. കാരണം എന്താ, ശ്രീരാമൻ വിചാരിച്ചു കഴിഞ്ഞാൽ ബാലി ഒന്നുമല്ല. ശ്രീരാമന്റെ പ്രഭാവം അനുസരിച്ച് ബാലിയോട് ഏറ്റുമുട്ടി അവനെ ഇല്ലാതാക്കിയിട്ട് വേണമെങ്കിൽ സുഗ്രീവനെ തന്റെ രാജ്യം കൊടുക്കാം. പക്ഷേ രാജ്യം പിടിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ്? സ്വയം യുദ്ധം ചെയ്താണ്. യജ്ഞേന വാച, യജ്ഞമാണ്, ഇതൊരു യജ്ഞമാണ്. അപ്പോ തന്റെ രാജ്യം നഷ്ടപ്പെട്ടെങ്കിൽ എങ്ങനെയാണോ നഷ്ടപ്പെട്ടത് അതിന് കാരണക്കാരൻ ആരാണോ ആ വ്യക്തിയോട് യുദ്ധം ചെയ്ത് അവനോട് ഏറ്റുമുട്ടി അവനെ പരാജയപ്പെടുത്തിയിട്ട് വേണം സ്വന്തം രാജ്യം കൈക്കലാക്കുവാൻ. ആ ശക്തി തെളിയിക്കണം. ആ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഗ്രീവനെ രാമൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത്. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് ഈ ബാലി വധം എന്ന് പറയുന്നതൊക്കെ ശിക്ഷയുണ്ടോ അത് മനസ്സിലാക്കണം. ഈ വധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഈ സംസ്കൃതത്തിൽ വധം എന്ന് പറയുമ്പോൾ അവധാരയെ വധം എന്ന് പറയുന്നത്, അതായത് വധശിക്ഷ എന്ന് പറയില്ലേ, വധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധാരയേത്, അതായത് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തെ, സമാജത്തെ, ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ശിക്ഷയാണ് വധം. ആ വധത്തിന് ബാലി അർഹനാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തി അങ്ങനെയായിരുന്നു. അധർമ്മത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തി ചെയ്യുന്ന ആ ബാലി വധാർഹനാണെന്ന് രാമൻ അറിയാം. എൻ്റെ അഭിപ്രായം അല്ലാതെ രാമായണത്തിന്റെ സന്ദേശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, രാമായണത്തിലൂടെ എങ്ങനെ സ്വാർത്ഥതയില്ലാതെ സംസാരിക്കുമ്പോൾ, മനസ്സിലായില്ല? ഇപ്പൊ രാമായണത്തെ പറ്റി സ്വാർത്ഥമതികൾക്ക് സംസാരിക്കാം. അപ്പോൾ സ്വാർത്ഥതയില്ലാതെ, സ്വാർത്ഥതാരഹിതമായ മനോഭാവത്തോടു കൂടി രാമായണത്തെ സമീപിക്കുമ്പോൾ ബാലി അവിടെ ശിക്ഷാർഹനാണ്. ആ ശിക്ഷ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മാറി നിന്നു. കാരണം ഇവന്റെ ആ സ്വഭാവം തമോ ഗുണമാണ്, തമോ ഗുണാധിഷ്ഠിതമാണ്, തമസ്സാണ്, ഇരുട്ടാണ്, ഉള്ളിലിരുട്ടാണ്, ബലമൊക്കെ ഉണ്ടെങ്കിലും. അങ്ങനെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന അല്ലെങ്കിൽ ഉള്ളിൽ ഇരുട്ടായി ജീവിക്കുന്ന ആ വ്യക്തിയിലേക്ക്, ആ വ്യക്തിയുടെ സാമീപ്യം തന്നെ വളരെയധികം അരോചകമായിരിക്കും എന്നുള്ളത് ശ്രീരാമൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് രാമൻ മാറിയുന്നത്. സുഗ്രീവൻ തന്നെയാണ് അവിടെ യുദ്ധം ചെയ്യുന്നത്. സുഗ്രീവൻ യുദ്ധം ചെയ്ത് അവിടെ പരാജയമുണ്ട്. പക്ഷെ ആ പരാജയ സമയത്ത് തന്റെ ഭക്തനെ സഹായിക്കുന്നതിന് ശ്രീരാമൻ എത്തിച്ചേരുന്നു. അതാണ് ആ വധത്തിന്റെ പ്രത്യേകത. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ താൻ ആരുമായിട്ടാണോ സഖ്യം ചെയ്തത് ആ വ്യക്തി വളരെ ദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയോട് ഏറ്റുമുട്ടിയിട്ടാണ് സ്വന്തം രാജ്യം തിരിച്ചു പിടിക്കുന്നത്. ആ അവസരത്തിൽ അദ്ദേഹത്തിന് പരാജയം നേടുന്ന ആ ഒരു സമയത്തിൽ പോലും രാമൻ സുഗ്രീവന്റെ സഹായിയായിട്ട്, അല്ലെങ്കിൽ സുഗ്രീവനെ ഉണർത്തുന്നതിനായിട്ട്, ആ ഒരു ഭക്തനെ, ആ സത്യസന്ധനായ വ്യക്തിയെ ഉണർത്തുന്നതിനായിട്ട് അദ്ദേഹം വരികയാണ്. അപ്പൊ ഇവിടെ ഈ ബാലിസുഗ്രീവ യുദ്ധത്തോടു കൂടി ഒരു അധർമ്മയോടെ ഇല്ലാതാവുകയാണ്. അപ്പോ ബാലി മരിച്ചു കിടക്കുമ്പോൾ പോലും ഈ പറയുന്ന ശ്രീരാമനോട് പറയുന്നുണ്ട്, എന്തിനാണ് നീ എന്നെ വധിച്ചത്? അവിടെ ഉണ്ട്, എന്തിനാണ് നീ എന്നെ വധിച്ചത്? ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രാവണനെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കിയിട്ട് സീതാദേവിയെ കൊണ്ടുതരുമായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ ബാലിയുടെ സഹായത്തോടു കൂടി ഈ ശ്രീരാമൻ രാവണനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബാലിയുടെ സ്വഭാവം എന്തായിരിക്കും? അവന്റെ സ്വഭാവം പിന്നെ മാറും. നാളെ പറയും, ഞാൻ കാരണമാണ് രാമൻ സീതയെ അവിടെ നിന്ന് മോചിപ്പിച്ചത്. അങ്ങനെ പറയുന്ന ആളുകളുണ്ടെന്നും ഇന്നും അങ്ങനെയുള്ളവരുണ്ട് ഈ സമൂഹത്തിൽ. ഇതുപോലെ ഈ സമൂഹത്തിൽ സുഗ്രീവനും ബാലിയും ഒക്കെ ഉണ്ട്, നമ്മുടെ കൂടെയുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ആരോടാണോ സഖ്യം ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഗുണഗണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. കുലമല്ല, ജാതിയല്ല, ഗോത്രമല്ല, ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ഗുണഗണം, അദ്ദേഹം പരമഭക്തനാണോ, അദ്ദേഹം ഉപാസകനാണോ, അദ്ദേഹം ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം സഖ്യം ചെയ്യുവാനും ആ വ്യക്തിയെ നമ്മൾ സഹായിക്കുവാനും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. വളരെ ചെറിയൊരു ഭാഗമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വളരെ ശാസ്ത്രീയമായിട്ട് മനനം ചെയ്യാൻ ഉതകുന്ന പല നല്ല കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും ഈ ഉപദേശത്തെ കൈക്കൊള്ളണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പോൾ ബാല്യവധത്തോടുകൂടി ആചാര്യൻ നമ്മളോട് അത് വ്യക്തത വരുത്തി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ബാലിയുമായി ശ്രീരാമചന്ദ്രൻ സഖ്യത്തിൽ ഏർപ്പെടാതിരുന്നതും
സുഗ്രീവനുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതും എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ സന്ദേശം അദ്ദേഹം തന്നു കഴിഞ്ഞു. ബാലിവധത്തെക്കുറിച്ച് ചില സംശയങ്ങളും മറ്റും അതും ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു എന്ന് കരുതുന്നു. മറ്റേതെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അങ്ങനെയുള്ള കമന്റുകളോട് ഞങ്ങൾ പ്രതികരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ജയ ശ്രീറാം. ജയ ശ്രീറാം. നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ നമസ്തേ സതാം പതേ.